സോ ഗൈസ്, നാളെയാണ് ഹെസാമുൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മളെല്ലാവരും രാത്രി തന്നെ സെറ്റായിട്ടിരിക്കുവാണ്. വേറെ ഒന്നിനുമല്ല, ഒരു കുട്ടി ഡെക്കറേഷൻ ചെയ്യാതെ നമ്മൾ ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷേ ചെയ്യുന്ന സംഭവം കുറച്ച് സെറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ ആദ്യം ഈ സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ട് ദേ ഈ കാണുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കിയിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ദേ എല്ലാവരും തകൃതിയായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഓരോ പണികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഓൾമോസ്റ്റ് 10:30 ആയിട്ടുണ്ടായിരുന്നു. രാത്രി നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ പോലും പോയി വാങ്ങാൻ കടകളും ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് കരുതിയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്യുവാണേ. എല്ലാ പ്രാവശ്യത്തെ പോലെയും ഇപ്രാവശ്യവും മീഷോ നമ്മളെ ചതിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കോംബോ പാക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 400 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു. ഒരു 150-ലധികം ബലൂൺസ്, അത് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ ബലൂൺ പെരുക്കാനായിട്ടുള്ള ആ ഒരു സംഭവം, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ആ ഒരു കോംബോയിലുണ്ടായിരുന്നു. ഈ 2 കുറുമ്പികളും ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. നമുക്കൊപ്പം അവർ നിൽക്കുമായിരുന്നു. ഒരു സൈഡിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നു, മറ്റേ സൈഡിൽ സുമി കേക്ക് സെറ്റ് ചെയ്യുവാണ്. സുമി തന്നെയാണ് കേക്കും കപ്പ് കേക്കും ഒക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളിത് ഏകദേശം എല്ലാം ഒന്ന് സെറ്റാക്കി വരുമായിരുന്നു. അപ്പോഴത്തേക്കും എന്ത് പറ്റി, ഓരോ സൈഡിൽ നിന്നും അതങ്ങോട്ട് ഇളകി വീഴാനായിട്ട് തുടങ്ങി. കാരണം നമ്മൾ മുട്ടുപിന്ന് വെച്ചിട്ടാണ് അത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് വെയിറ്റ് ഉള്ളത് കാരണം അത് മുട്ടുപിന്നിലിരുന്നില്ല. പിന്നെ നമ്മൾ പ്ലാനൊക്കെ ഒന്നേന്ന് മാറ്റി, അതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു കേർട്ടൺ ഇട്ട്, ഇത് ഓൾമോസ്റ്റ് ഒരു വൈറ്റാണ്. അപ്പം ആ ഒരു കേർട്ടൺ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സൈഡിൽ കൂടെ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. 2 കേക്കാണ് ചെയ്തത്. ഒന്ന് മിന്നി മൗസിൻ്റെ തീമും, പിന്നെ അല്ലാണ്ടൊരു ഗോൾഡൻ വൈറ്റ്. കാരണം ഡ്രസ്സ് രണ്ടും അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതായിരുന്നു. അങ്ങനത്തെ കേക്കും കപ്പ് കേക്കും ഒക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഡെക്കറേഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, പ്ലാൻ ഫുള്ളും മാറ്റി. അങ്ങനെ നമ്മൾ ഒന്നേന്ന് എല്ലാം റീവർക്ക് ചെയ്ത് ഏകദേശം ഇത്രയും ആക്കിയിട്ടുണ്ട്. ബാക്കി ഇനി നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കുറച്ച് ബലൂൺസാണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്. അതിപ്പോഴും ചെയ്യുവാണെങ്കിൽ ഈ 2 പേരും കൂടിയിട്ട് അതെല്ലാം തട്ടിമറിച്ചിടും. സോ നമ്മൾ അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ടൈം 12 മണിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും ചെന്ന് കിടന്ന് ഈ പിള്ളേരെ ഉറക്കിയാൽ നാളെ നമുക്ക് നേരത്തെ എഴുന്നേക്കാൻ പറ്റുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഒരു വയസ്സായി. കറക്റ്റ് 12 മണിയായിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് എന്തായാലും ഇത്രയും ടൈമായില്ലേ, കുഞ്ഞും ഉറങ്ങാതിരിക്കുന്നു. എന്നാൽ ഒരു റൗണ്ട് പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇക്ക ഷുഗർ കട്ട് ആയതുകൊണ്ട് ഇപ്പോൾ ഇക്ക എവിടെ നിന്ന് ഷേക്കോ ജ്യൂസോ ഒന്നും കുടിക്കാറില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഷാർജ അങ്ങ് കുടിച്ചു. പിന്നെ നമ്മൾ സുമിക്കും പാഴ്സൽ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോഴത്തേക്കും കുഞ്ഞു നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നാളെ നമുക്ക് ഹെസാമുൻ്റെ ബർത്ത്ഡേയുടെ വിശേഷം